എല്ലാവർക്കും മെക്പോൻ കേരള പി സിയിലേക്ക് സ്വാഗതം. പോളി ലെക്ചർ മെക്കാനിക്കൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പോർഷൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മളിതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് മെക്പോയിൻ്റ് കേരള പി സിയുടെ എല്ലാ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. ബേസിക്സിൽ നിന്നുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എനർജി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. നമുക്കിതിൻ്റെ ആൻസർ എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ആൻസർ തന്നെയാണ്. എനർജി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് എ സിസ്റ്റം, then it is known as extensive property. That is independent of the mass of the system, that is known as intensive property. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടർബൈൻ is an example of. Option A open system, option B closed system, option C isolated system, option D none of these. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ടർബൈൻ ഒരു ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്താണ്, വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് അല്ലേ. തെർമോഡൈനാമിക് ബിഹേവിയറെ പറ്റി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു പോർഷനാണ്, നമ്മൾ അതിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷനെയാണ് നമ്മൾ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ. അപ്പോൾ ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ ബോത്ത് എനർജി ആൻഡ് മാസ് ക്രോസസ് ദ ബൗണ്ടറി ആണ്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ മാസ് ക്രോസ് ചെയ്യുന്നില്ല, എനർജി മാത്രമാണ് ക്രോസ് ചെയ്യുന്നത്. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ തെർമോഫ്ലാസ്ക് എല്ലാവർക്കും എക്സാം അറിയാവുന്നതാണ്. എനർജിയും മാസും ഒന്നും ക്രോസ് ചെയ്യുന്നില്ല, ബൗണ്ടറി ക്രോസ് ചെയ്യുന്നില്ല. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഈസ് ഓൾസോ കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. നമുക്കറിയാം തെർമോഡൈനാമിക്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കലും ഉണ്ട്, സെക്കൻഡ് വൺ ഈസ് ക്ലാസിക്കൽ തെർമോഡൈനാമിക്സ്. അറിയാം ഓപ്ഷൻ എ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്, ഓപ്ഷൻ ബി മാക്രോസ്കോപ്പിക് അപ്രോച്ച്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ് നമ്മൾ അതിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച്? മൈക്രോസ്കോപ്പിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ അല്ലെ, ഇൻ ദിസ് കേസിൽ അതായത് മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൽ ദിസ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ മോളിക്യൂൾ ഈസ് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. പക്ഷേ മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോൾ ഒരു എൻറ്റയർ ഏരിയ നമ്മൾ ഒരു റീജിയൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിക് അപ്രോച്ചിൽ ഓരോ ഇൻഡിവിജ്വൽ മോളിക്യൂളിൻ്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, which of the following is not a point function? Which option A ഉണ്ട് internal energy, then heat, entropy and density. Not a point function. Heat നമ്മൾക്ക് ഓൾറെഡി അറിയാം, ഹീറ്റും വർക്കും എന്ന് പറയുന്നത് which are dependent on path followed ആണ്, path functions ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് the expression P/T. The expression P/T is a constant. അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലോ ആണ്? ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലൂസിയാക് ലോ, ഡാൽട്ടൺസ് ലോ. നമുക്കറിയാം പി ബി ഇസ് എ കോൺസ്റ്റന്റ് ആണെങ്കിൽ ബോയിൽസ് ലോ ആണ്, V/T ഇസ് എ കോൺസ്റ്റന്റ് ആണെങ്കിൽ ചാൾസ് ലോ ആണ്. അപ്പോൾ ഇത് P/T എന്ന് പറയുന്നത് ഇസ് എ കോൺസ്റ്റന്റ് എന്നുള്ളത് ഗേ-ലൂസിയാക് ലോ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ പെർഫെക്റ്റ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദിസ് ലോ ഈസ് കോൾഡ്. നമ്മൾ ഈ ഒരു ലോയിനെ പറയുന്നത് ഓപ്ഷൻ എ ചാൾസ് ലോ ഉണ്ട്, ഓപ്ഷൻ ബി ന്യൂട്ടൺസ് ലോ, ഓപ്ഷൻ സി ജൂൾസ് ലോ, ഓപ്ഷൻ ഡി അഗെയിൻ ഡാൽട്ടൺസ് ലോ ആണ് വന്നിട്ടുള്ളത്. ഡാൽട്ടൺസ് ലോ ആണുള്ളത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ, ജൂൾസ് ലോ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്റേണൽ എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. മിക്ക എക്സാമിനും കാണാറുണ്ട് ഇന്റേണൽ എനർജി എന്തിൻ്റെ ഫംഗ്ഷൻ ആണ്. ഈ ഇടയ്ക്ക് നടന്ന ടാവൻകൂർ ടൈറ്റാനിക് എന്ന് പറയുന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്റേണൽ എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആണ്.
ഏഴാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം. V by N, വോളിയം ബൈ നമ്പർ ഓഫ് മോൾസ് ഈസ് എ കോൺസ്റ്റന്റ് is the expression of ഓപ്ഷൻ എ അവഗാഡ്രോസ് ലോ, ഓപ്ഷൻ ബി ജൂൾസ് ലോ, ഓപ്ഷൻ സി ബോയിൽസ് ലോ, ഓപ്ഷൻ ഡി ഓൾ ആർ കറക്റ്റ്. ഇവിടെ നമുക്ക് ആൻസർ അവഗാഡ്രോസ് ലോ ആണ്. ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. The process in which the deviation from thermodynamic equilibrium is infinitesimally small is known as option A constant volume process, option B constant temperature process, option C constant pressure process, option D quasi static process. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ വെച്ചിട്ട് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് ആണ്. വേറെ ഒരു കേസിലും അത്ര സ്ലോ ആയിട്ടുള്ള പ്രോസസ്സ് അല്ല. ഓപ്ഷൻ ഡി ആണ് ഏറ്റവും സ്ലോയും അതുപോലെ ഇക്വിലിബ്രിയത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ആയിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം നിങ്ങൾക്ക് അറിയുന്നത് ഐസോകോറിക് പ്രോസസ് ആണ്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നമ്മൾ ഐസോ തെർമൽ എന്നാണ് പറയുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ ഐസോബാറിക് എന്നാണ് നമ്മൾ പറയുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഐസോബാറിക് പ്രോസസ് ഈസ് ഗവേൺഡ് ബൈ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സുകൾ ആയിട്ടുള്ള പ്രോസസ്സ് ഏതാണ്? നമുക്കറിയാമത് ചാൾസ് ലോ ആണ്. അതായത് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചാൾസ് ലോയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. V/T ഈസ് എ കോൺസ്റ്റന്റ്. 10th ക്വസ്റ്റ്യൻ ആണ്. ദ ലോ ഗവേൺഡ് ബൈ ഐസോകോറിക് പ്രോസസ്. ഓപ്ഷൻ എ ബോയിൽസ് ലോ, ഓപ്ഷൻ ബി ഗേ-ലൂസിയാക് ലോ, ഓപ്ഷൻ സി ചാൾസ് ലോ, ഓപ്ഷൻ ഡി ജൂൾസ് ലോ. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഐസോകോറിക് പ്രോസസ് ആണ്, കോൺസ്റ്റന്റ് വോളിയം ആയിട്ട് വരുന്നത്. ബോയിൽസ് ലോയിൽ നമുക്കറിയാം അത് ഐസോ തെർമൽ ആണെന്നറിയാം. ചാൾസ് ലോ ആണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണെന്നറിയാം. ഇവിടെ ഗേ-ലൂസിയാക് ലോ ആണ് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഐസോകോറിക്കിൽ ഗവേൺ ചെയ്തിരിക്കുന്ന ലോ എന്ന് പറയും. 10th ക്വസ്റ്റ്യൻ. എ ക്ലോസ്ഡ് സിസ്റ്റം അബ്സോർബ് 80 kilojoule of heat and work done by the system is 30 kilojoule. Find the change in internal energy എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 50 kilojoule, ഓപ്ഷൻ ബി 30 kilojoule, ഓപ്ഷൻ സി 110 kilojoule, ഓപ്ഷൻ ഡി 40 kilojoule. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. Q is equal to U plus W. ഇതിൽ നിന്ന് ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ Q മൈനസ് W ആണ്. ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്താൽ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇടുന്നത്. ഹീറ്റ് അബ്സോർബ്ഡ് ആണ്, റിജക്ട് ചെയ്താൽ നെഗറ്റീവ് ആണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് Q മൈനസ് W, 80 മൈനസ് 30, 50 കിലോജൂൾ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 12th ക്വസ്റ്റ്യൻ. ദ മെഷീൻ വിച്ച് വയലേറ്റ്സ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് നോൺ ആസ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ PMM1, ഓപ്ഷൻ ബി PMM2, ഓപ്ഷൻ സി PMM0, ഓപ്ഷൻ ഡി PMM5 ആണ്. നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് PMM1 ആണ്. പെർപെച്വൽ മോഷൻ മെഷീൻ ഓഫ് ദ ഫസ്റ്റ് കൈൻഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ഫസ്റ്റ് ലോ? ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വി ക്യാൻ ഓൺലി ട്രാൻസ്ഫോം, അല്ലേ, വി ക്യാൻ ഓൺലി ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു വൺ ഫോം ഇൻ ടു ദി അനദർ. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് ഫസ്റ്റ് ലോ വെച്ച് സാധിക്കുകയുള്ളൂ. അപ്പോൾ PMM1 എന്താണ് ചെയ്യുന്നത്? PMM1 ചെയ്യുന്നത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു വിത്തൗട്ട് ടേക്കിംഗ് ഇൻപുട്ട് ആണ്. അപ്പോൾ അത് വയലേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 13th ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ക്ലോസ്ഡ് സിസ്റ്റം റിജക്ട്സ് 80 kilojoule of heat and work done on the system is 30 kilojoule. Find the change in internal energy എന്നുള്ളതാണ്. We have options 50 kilojoule, minus 50 kilojoule and 110 kilojoule and none of these. ഇതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് റിജക്റ്റ് ഹീറ്റ് പറഞ്ഞിട്ടുണ്ട്. റിജക്റ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. അഗെയിൻ അപ്പോൾ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റവും നെഗറ്റീവ് ആണ്. നമുക്ക് ഇക്വേഷൻ ഉണ്ട് U is equal to Q minus W, മൈനസ് 80 മൈനസ് 30 ആണ് വരുന്നത്. ആഡ് ചെയ്യുമ്പോൾ മൈനസ് 50 കിലോജൂൾ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് ഉണ്ടാവുക. 14th ക്വസ്റ്റ്യൻ. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ കനോട്ട് ബി 1? അതായത് എഫിഷ്യൻസി ഒരിക്കലും 100% അല്ലെങ്കിൽ 1ന് എബോവിൽ പോകില്ല എന്ന് പറയുന്ന ലോ ഏതാണ്? അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ് അത് പറയുന്നത്. സെക്കൻഡ് ലോയിലെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അത് കൃത്യമായി പറയുന്നുണ്ട്, ഒരു ഹീറ്റ് എഞ്ചിന് ഒരു 100% എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്.
14ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. 15th ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഇന്റേണൽ എനർജി ഈസ് കോൺസ്റ്റന്റ്? We have four options: isothermal process, isobaric process, isochoric process, none of these. Internal energy constant ആയിട്ട് വരുന്നത് ഐസോതെർമൽ പ്രോസസ്സിലാണ്. ഐസോതെർമൽ പ്രോസസ്സിലാണ് ഇന്റേണൽ എനർജി കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുക. 16th ക്വസ്റ്റ്യൻ ആണ്, റിലേഷൻ ബിറ്റ്വീൻ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ആൻഡ് COP ഓഫ് ഹീറ്റ് പമ്പ് എന്നുള്ളതാണ്. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. COP is equal to 1 by efficiency, COP is equal to minus 1 by efficiency, COP is equal to 1 plus efficiency എന്നുണ്ട്. എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ആണ് ഉദ്ദേശിക്കുന്നത്. COP എന്നുള്ളത് COP ഓഫ് ഹീറ്റ് പമ്പ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. COP is equal to 1 by efficiency ആണ്. ഒരുപാട് പ്രോബ്ലംസ് ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണിത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, എ പെർപെച്വൽ motion machine which convert all the heat input into the work while working in a cycle is. നമുക്കറിയാം അത് PMM2 ആണ്. നമ്മൾ കൊടുക്കുന്ന വർക്ക് കംപ്ലീറ്റ് 100% കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് PMM2 വയലേറ്റ്സ് ദി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോയിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു മെഷീനാണ് PMM2. കാരണം അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വി കനോട്ട് അച്ചീവ് 100% എഫിഷ്യൻസി. പക്ഷെ PMM2 100% എഫിഷ്യൻസി അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വയലേഷൻ ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ബെസ്റ്റ് റെപ്രസെന്റ് ദ നെറ്റ് എൻട്രോപ്പി ഫോർ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്? ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എൻട്രോപ്പി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്കിനി അടുത്ത് നോക്കാനുള്ളത്. ഓപ്ഷൻ എ S is equal to 0, ഓപ്ഷൻ ബി S is equal to 1. എൻട്രോപ്പി ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. എൻട്രോപ്പി ചേഞ്ച് ലെസ് ദാൻ 0, എൻട്രോപ്പി ചേഞ്ച് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് എൻട്രോപ്പി ചേഞ്ച് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എ ഗ്യാസ് വിത്ത് n ഡിഗ്രി ഓഫ് ഫ്രീഡം വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് CP/Cv? സ്പെസിഫിക് ഹീറ്റിൻ്റെ റേഷ്യോ, അതാണ് നമുക്ക് ഗാമ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് കിട്ടുന്നത് ഇക്വേഷൻ ഏതാണെന്നുള്ളതാണ്. ഇതിൻ്റെ കറക്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 1 + 2 by ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഓപ്ഷൻ സിയും ഡിയും നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്ത് കളയാം. കാരണം ചില സമയങ്ങളിൽ ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒരിക്കലും എപ്പോഴും CP/Cv എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇതിലും രണ്ടിലും നമുക്ക് 1ൽ താഴെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ എയും ബിയും ആണ് നമുക്ക് ഓപ്ഷനിൽ ഒരു ഡൗട്ട് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് ഫ്രാക്ഷണൽ വാല്യൂസ് ഒന്നും ഇപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എപ്പോഴും നമുക്ക് യുണീക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ എ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഓപ്ഷൻ ബി നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റും. 1 + 2 by n ആണ്. ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസർ എഴുതാം. 20ാമത്തെ ക്വസ്റ്റ്യൻ, തെർമോമീറ്റേഴ്സ് ആർ ബേസ്ഡ് ഓൺ ഓപ്ഷൻ എ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ദെൻ തേർഡ് ലോ, ദെൻ 0th ലോ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തെർമോമീറ്റേഴ്സ് ആർ മേഡ് ചെയ്തിരിക്കുന്നത് 0th ലോ വെച്ചിട്ടാണ്. ഫസ്റ്റ് തെർമോമീറ്റർ ഇൻവെൻറ്റ് ചെയ്ത ആളെന്ന് പറയുന്നത് ഗലീലിയോ ആണ്. അതിനുശേഷം ഫാരൻഹീറ്റ് കണ്ടുപിടിക്കേണ്ടായി. തീർച്ചയായിട്ടും 0th ലോ ബേസ് ചെയ്തിട്ടാണ് തെർമോമീറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് എഞ്ചിൻ ഈസ് 75%. If the cycle direction is reversed, the COP of the reversed Carnot cycle is. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടി കണ്ടുപിടിക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് COP റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റെഫ്രിജറേറ്റിംഗ് എൻജിൻ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൻ്റെ COP ആണ്. നമുക്കറിയാം 1 + COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് 1 by എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ആണ്. 1 by എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ ഓൾറെഡി പറഞ്ഞു വെച്ചാൽ COP ഓഫ് ഹീറ്റ് പമ്പ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 by 0.75 - 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇവിടെ COP ഓഫ് റെഫ്രിജറേറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. COP ഓഫ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററിൻ്റെ COP ആണ്. ഓട്ടോമാറ്റിക്കലി ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. 21 ബി ആണ് ആൻസർ. 0.33 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 22, the third law of thermodynamics is all about option A entropy of pure crystal at absolute zero temperature, option B enthalpy, option C conservation of mass, option D none of these. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. എൻട്രോപ്പി ഓഫ് പ്യുവർ ക്രിസ്റ്റൽ
ക്രിസ്റ്റലീൻ ക്രിസ്റ്റലീൻ ഒബ്ജക്റ്റ് അറ്റ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. തേർഡ് ലോയിൽ എപ്പോഴും എൻട്രോപ്പി അതുപോലെ തന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചറുള്ള മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അബ്സല്യൂട്ട് സീറോയിൽ അതിൻ്റെ എൻട്രോപ്പി സീറോ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ തേർഡ് ലോയിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ വി കനോട്ട് അറ്റൈൻ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ വിത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ് എന്നൊന്നും കൂടി പറയുന്നുണ്ട്. അബ്സല്യൂട്ട് സീറോ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, 23ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ എ ഡ്രൈ സാച്ചുറേറ്റഡ് പേപ്പർ ദ വാല്യൂ ഓഫ് ഡ്രൈനെസ് ഫ്രാക്ഷൻ. ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഡ്രൈനെസ് ഫ്രാക്ഷൻ 1 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. 24. ഐസെൻട്രോപിക് പ്രോസസ് മീൻസ്. ഐസെൻട്രോപിക് പ്രോസസ് എൻട്രോപ്പി കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സ്. നമ്മൾ പറയാറുണ്ട് എല്ലാ ഐസെൻട്രോപിക് പ്രോസസ്സുകളും അഡയബാറ്റിക് ആണ്, പക്ഷേ എല്ലാ അഡയബാറ്റിക് പ്രോസസ്സുകളും ഐസെൻട്രോപിക് അല്ല. അപ്പോൾ ഐസെൻട്രോപിക്കിൻ്റെ ഒരു കംപ്ലീറ്റ് മീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിവേഴ്സിബിൾ അഡയബാറ്റിക് പ്രോസസ്സ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ അഡയബാറ്റിക് എന്ന് വരാൻ പാടില്ല. അഡയബാറ്റിക് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ല, അപ്പോൾ കൺഫ്യൂസിങ് ആവും. ഓപ്ഷൻ ബി നിങ്ങളൊന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കുക, കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ റിവേഴ്സിബിൾ അഡയബാറ്റിക് എന്നുള്ളതാണ്. ഐസെൻട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് റിവേഴ്സിബിൾ അഡയബാറ്റിക്. ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്, അഡയബാറ്റിക് തന്നെയാണ്, പക്ഷെ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഓപ്ഷനിൽ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 25. റെഫ്രിജറേറ്റർ വർക്ക് ബേസ്ഡ് ഓൺ. റെഫ്രിജറേറ്റിംഗ് എൻജിൻസ് ഏത് ലോ പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ എ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഓപ്ഷൻ ബി ഫസ്റ്റ് ലോ, ഓപ്ഷൻ സി തേർഡ് ലോ, ഓപ്ഷൻ ഡി 0th ലോ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റിലാണ് റെഫ്രിജറേറ്റർ വർക്കിങ്ങിനെ പറ്റി പറയുന്നത്. അത് ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ ലോ ടെമ്പറേച്ചർ ബോഡി ടു ഹൈ ടെമ്പറേച്ചർ ബോഡി വിത്തൗട്ട് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ളതാണ്, എക്സ്റ്റേണൽ ഏജൻസി. സെക്കൻഡ് ലോ ആണ് അത് ഡിഫൈൻ ചെയ്യുന്നത്, ക്ലോഷ്യർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തെർമോഡൈനാമിക്സിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വരാൻ പോകുന്ന തെർമോഡൈനാമിക്സിൻ്റെ വീഡിയോയിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് പോയിന്റിൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മസ്റ്റായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങളിത് എത്തിക്കാൻ നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒരു പോളി ലെക്ചറർ എന്ന് പറയുന്ന മെക്കാനിക്കൽ എക്സാമിന് വേണ്ടി മാത്രമല്ല, വരാൻ പോകുന്ന മെക്കാനിക്കലിൻ്റെ എല്ലാ എക്സാമിനും യൂസ് ചെയ്യാൻ തരത്തിലാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. AMVIയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ മറ്റു ലൈവായിട്ടുള്ള ഓവർസിയർ ഗ്രേഡ് 1 വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ എല്ലാ എക്സാമുകൾക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു ഇത്. തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നു. 25 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.